എല്ലാവർക്കും എൻ്റെ ഡിജിറ്റൽ ലാൻഡ് സർവേ അവയർനെസ് എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഡിജിറ്റൽ ലാൻഡ് സർവേ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ സർവേ നടക്കുമ്പോൾ ഭൂവുടമസ്ഥർക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടായേക്കാവുന്ന ചില സംശയങ്ങൾക്ക് ചോദ്യോത്തര രൂപേണ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിൻ്റെ 1-2 ഭാഗങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ ഏവരുടെയും വിലപ്പെട്ട സമയത്തിൽ നിന്ന് കുറച്ച് ഈ വീഡിയോ കാണുന്നതിനും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും താല്പര്യപ്പെടുന്നു. ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദമായി പ്രതിപാദിച്ചുകൊണ്ടാണ്. ഇതിലെ വിവരങ്ങൾ ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നതല്ല. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സർവേ ചെയ്യുമ്പോൾ അതിരുകളില്ലാത്ത ഭൂമി എങ്ങനെ സർവേ റെക്കോർഡിൽ ഉൾപ്പെടുത്താം? ഒരിക്കൽ കൂടെ പറയാം. സർവേ ചെയ്യുമ്പോൾ ഭൂമി അതിരുകൾ ഇല്ലാത്തതാണെങ്കിൽ എങ്ങനെ സർവേ റെക്കോർഡിൽ ഉൾപ്പെടുത്താം? വ്യക്തമായ അതിർത്തികൾ ഇല്ലാത്ത ഭൂമിയുടെ സർവേ നമ്പറിൻ്റെ FMB ഫീൽഡ് മെഷർമെൻറ്റ് ബുക്ക് അഥവാ ലൈൻ സ്കെച്ച് ബന്ധപ്പെട്ട സർവേ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ജില്ലാ സർവേ സൂപ്രണ്ട് ഓഫീസ്, സെൻട്രൽ സർവേ ഓഫീസ് തിരുവനന്തപുരം, ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളം എന്നിവയിൽ നിന്ന് നിശ്ചിത ഫീസ് അടച്ച് സർവേയുടെ FMB സ്കെച്ച് വാങ്ങാവുന്നതാണ്. ഈ സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിദഗ്ധനായ സർവേയർക്ക് അതിരുകൾ തിരിച്ചു തരുവാൻ ആവശ്യപ്പെടാവുന്നതാണ്. അതുപോലെ കാടുകൾ വെട്ടിത്തെളിച്ച് അതിരുകൾ തിരിച്ചു തരുവാൻ ഭൂവുടമസ്ഥനോട് ആവശ്യപ്പെടാം. അതിരുകൾ ഇല്ലാത്ത ഭൂമി കൂട്ടായി കൈവശക്കാർക്ക് സർവേ ചെയ്ത് നൽകുകയും ചെയ്യാം. ബന്ധപ്പെട്ട പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ മുഖേനയും പൗരപ്രമുഖർ മുഖേനയും സർവേ ജാഗ്രതാ സമിതി മുഖേനയും അതിർത്തികൾ നിർണ്ണയിക്കാൻ ആവശ്യപ്പെടാം. ഒരിക്കൽ കൂടെ പറയാം. ബന്ധപ്പെട്ട സർവേ നമ്പറിൻ്റെ അതിർത്തികളില്ലാത്ത സർവേ നമ്പറിൻ്റെ FMB നിശ്ചിത ഫീസ് അടച്ച് സെൻട്രൽ സർവേ ഓഫീസ് തിരുവനന്തപുരം, ജില്ലാ സർവേ സൂപ്രണ്ട് ഓഫീസ്, ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളം എന്നിവയിൽ നിന്ന് നിശ്ചയ ഫീസ് അടച്ചാൽ സർവേയുടെ FMBയുടെ കോപ്പി ലഭ്യമാകാവുന്നു. ഈ കോപ്പികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിദഗ്ധനായ സർവേയറെ കൊണ്ട് ഭൂമിയുടെ അതിരുകൾ തിരിച്ചു തരുവാൻ ആവശ്യപ്പെടാം. അതിരുകൾ ഇല്ലാത്ത ഭൂമിയുടെ അതിരുകളിൽ നിൽക്കുന്ന കാടുകൾ വെട്ടിത്തെളിച്ചുകൊണ്ടും സർവേ നടപടികളിലേക്ക് അതിരുകൾ തിരിച്ചു തരാൻ ഭൂവുടമസ്ഥനോട് ആവശ്യപ്പെടാം. അതിരുകൾ ഇല്ലാത്ത ഭൂമി കൂട്ടായി കൈവശക്കാർക്ക് സർവേ ചെയ്ത് നൽകാം. ബന്ധപ്പെട്ട പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ മുഖേനയും പൗരപ്രമുഖർ മുഖേനയും സർവേ ജാഗ്രതാ സമിതി മുഖേനയും അതിർത്തികൾ നിർണ്ണയിച്ചു തരുവാൻ ആവശ്യപ്പെടാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സർവേ ഉദ്യോഗസ്ഥന് ഭൂമി സർവേ ചെയ്യുമ്പോൾ നേരിടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? സർവേ ഉദ്യോഗസ്ഥന് ഭൂ സർവേ ചെയ്യുമ്പോൾ നേരിടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? വ്യക്തമായ അതിർത്തികൾ ഇല്ലാത്തത്, ഭൂമി കാട് പിടിച്ചു കിടക്കുന്നതിൽ സർവേ ചെയ്യുന്നതിനുള്ള കാലതാമസം, ചില ഭൂയിടങ്ങളിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു ക്ഷുദ്രജീവികളിൽ നിന്നും വളർത്തുമൃഗങ്ങളിൽ നിന്നുമുള്ള ആക്രമണം, മഴക്കാലത്ത് ഭൂമികളിൽ സർവേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അതികഠിനമായ വെയിൽ, ഇതുപോലെ മറ്റു കാരണങ്ങൾ കൊണ്ടും സർവേ നടപടികൾക്ക് കാലതാമസം വരുന്നുണ്ട്. ഒരിക്കൽ കൂടെ ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കും കിടക്കാം. സർവേ ഉദ്യോഗസ്ഥന് ഭൂമി സർവേ ചെയ്യുമ്പോൾ നേരിടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? വ്യക്തമായ അതിർത്തികൾ ഇല്ലാത്തത് ഒരു ഭൂമി സർവേ ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന തടസ്സമാണ്. ഭൂമി കാട് പിടിച്ചു കിടക്കുന്നതിനാൽ സർവേ ചെയ്യുന്നതിനുള്ള കാലതാമസം, ചില ഭൂയിടങ്ങളിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു ക്ഷുദ്രജീവികളിൽ നിന്നും വളർത്തുമൃഗങ്ങളിൽ നിന്നുമുള്ള ആക്രമണം, മഴക്കാലത്ത് ഭൂമികളിൽ സർവേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അതികഠിനമായ വെയിൽ, ഇതുപോലുള്ള മറ്റു കാരണങ്ങൾ കൊണ്ട് സർവേ നടപടികൾക്ക് കാലതാമസം വരുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് ഒരു ഹെക്ടർ എന്നാൽ എത്ര സ്ക്വയർ മീറ്റർ? ഒരു ഹെക്ടർ എന്നാൽ 10,000 സ്ക്വയർ മീറ്ററാണ്. ഒരു സ്ക്വയർ മീറ്റർ എന്നാൽ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ളതാണ്. ഒരു ഹെക്ടർ എന്നാൽ 10,000 സ്ക്വയർ മീറ്ററാണ്. ഒരു ഏക്കർ എന്നാൽ, അടുത്ത ചോദ്യം, ഒരു ഏക്കർ എന്നാൽ എത്ര സ്ക്വയർ മീറ്ററാണ്? ഒരു ഏക്കർ എന്നാൽ 4046.94 സ്ക്വയർ മീറ്ററാണ്.
4046.94 സ്ക്വയർ മീറ്ററാണ് ഒരു ഏക്കർ. ഏക്കർ കണക്കിനാണ്, 100 സെൻറ്റ് ആയാലാണ് ഒരു ഏക്കർ. അടുത്ത്, ഒരു സെൻറ്റ് എന്നാൽ എത്ര സ്ക്വയർ മീറ്ററാണ്? കേരളത്തിൽ സെൻറ്റ് കണക്കിനാണ് ഭൂമിയുടെ ക്രയവിക്രയം മുൻകാലങ്ങളിൽ ചെയ്തു വന്നിരുന്നത്. ഒരു സെൻറ്റ് എന്നാൽ 40.47 സ്ക്വയർ മീറ്ററാണ്. ഒരു സെൻറ്റ് എന്നാൽ 40.47 സ്ക്വയർ മീറ്ററാണ്. അതായത് 435.62 സ്ക്വയർ ഫീറ്റ്. സർവേ വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെയും സേവനങ്ങൾക്കായുള്ള വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. ലാൻഡ് സർവേയിൽ RTK, RTS മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തെല്ലാം? RTK മെഷീനുകൾ ഉപയോഗിച്ച് സർവേ ചെയ്യുന്നത് മൂലം വിസ്തീർണം കൂടുതൽ കൃത്യമാകുന്നു. RTK മെഷീനുകൾ ഉപയോഗിക്കുന്നതിന് എളുപ്പവും കൊണ്ടു നടക്കുവാൻ പ്രയാസമില്ലാത്തതുമാണ്. ഫീൽഡ് ജോലികൾ കൂടുതൽ എളുപ്പമുള്ളതാകുന്നു. ഡിജിറ്റൈസേഷൻ മൂലം ഓഫീസ് ജോലികൾ കുറയുന്നു. ഭൂവുടമസ്ഥർക്ക് സർവേ ചെയ്ത ഉടനെ തന്നെ വിസ്തീർണം അറിയുവാനും അതിരുകളുടെ നീളം അറിയുവാനും സാധിക്കുന്നു. RTK, RTS മെഷീനുകൾ ഉപയോഗിച്ചതുകൊണ്ട് ലാൻഡ് സർവേയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാം? RTK മെഷീനുകൾ ഉപയോഗിച്ച് സർവേ ചെയ്യുന്നത് മൂലം വിസ്തീർണം കൂടുതൽ കൃത്യമാകുന്നു. RTK മെഷീനുകൾ ഉപയോഗിക്കുന്നതിന് എളുപ്പവും കൊണ്ടു നടക്കുവാൻ പ്രയാസമില്ലാത്തതുമാണ്. ഫീൽഡ് ജോലികൾ എളുപ്പമുള്ളതാകുന്നു. ഡിജിറ്റൈസേഷൻ ജോലികൾ മൂലം ഓഫീസ് ജോലികൾ കുറയുന്നു. ഭൂവുടമസ്ഥർക്ക് സർവേ ചെയ്ത ഉടനെ തന്നെ വിസ്തീർണം അറിയുവാനും അതിരുകളുടെ നീളം അറിയുവാനും സാധിക്കുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കാണുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ എവിടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇത്രയും സമയം നിങ്ങളുടെ സർവേ സംബന്ധമായ സംശയ നിവാരണത്തിനായി ചെലവഴിച്ച എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വീഡിയോ പൊതുജന അറിവിലേക്കായി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2 എന്നിവ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടനടി പ്രസിദ്ധീകരിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു.